പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ജയരാമൻ പറഞ്ഞ ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ദേവബാല. പക്ഷേ തന്നെ അഭിഷേക് ചതിക്കും എന്നുള്ള കാര്യം ദേവബാല അപ്പോഴും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇതേ തുടർന്ന് ദേവബാല ഇതിന് പിന്നിലെ സത്യങ്ങൾ അറിയണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ്. ജയരാമന്റെ കയ്യിൽ നിന്ന് ദേവബാല രക്ഷപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ അഭിഷേകിനോട് ചോദിക്കുകയാണ്, നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയാമോ എന്ന്. ഇതോടെ എന്താണ് പറഞ്ഞത് എന്ന് അഭിഷേക് ചോദിച്ചതിനെ തുടർന്ന്, നീ എന്നെ ചതിക്കുകയാണ് എന്നും നിന്റെ വിവാഹം ഇഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായി നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യവുമാണ് അയാൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നതിനായി തയ്യാറായില്ല. എനിക്കറിയാം നിനക്ക് എന്നെ ഒരിക്കലും ചതിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിശ്വാസമുണ്ടായത്. ഇത് കേൾക്കുന്ന അഭിഷേക് ഒന്ന് ഞെട്ടുകയും എങ്ങനെയാണ് ഇവളെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ എന്നെ രക്ഷിക്കുന്നതിനായി എന്തായാലും വരും എന്നുള്ള കാര്യം. കാരണം നിനക്ക് എന്നെ അത്രയധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നെ കാണാതെ ജീവിക്കാൻ സാധിക്കുകയും പറ്റുകയില്ല. ആ ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഞാൻ ഇവിടെ പിടിച്ചു നിന്നത്. ഇത് കേൾക്കുന്ന അഭിഷേക് എങ്ങനെയാണ് ഇനി ഇവളെ കാര്യങ്ങൾ ധരിപ്പിക്കുക? ലേറ്റ് ആകുന്തോറും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇഷ ഇനി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ തിരിച്ചടി എനിക്ക് തന്നെയാണ് കിട്ടുക എന്ന് ഉറപ്പിക്കുന്ന അഭിഷേക് ഒടുവിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതെ, അയാൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെയുണ്ട്. ഞാൻ ഇഷയെ സ്നേഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദേവബാല ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇഷയോ? അതെ, ഇഷ. ദേവബാലയെ ഞാൻ തൻ്റെ ഭാര്യയായി കാണുന്നില്ല. ഒരിക്കലും ദേവബാലയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. നിന്നോട് ഞാൻ അന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോഴൊക്കെ നീ എന്നെ അപമാനിച്ച് ഇറക്കി വിടുകയല്ലേ ചെയ്തത്. അതോടെ നിന്നോടുള്ള സ്നേഹബന്ധം ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയുക തന്നെ വേണം. നീ എൻ്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, നിന്റെ അച്ഛൻ വരെ ഇപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചു തുടങ്ങി. ഈ കാര്യം കേൾക്കുന്ന ദേവബാല, എന്തൊക്കെയാണ് അഭി എന്നോട് പറയുന്നത്? ദേഷ്യം വന്നാൽ നീ ഇങ്ങനെയൊക്കെയാണോ പറയുക എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഞാൻ ദേഷ്യം വന്നതുകൊണ്ട് പറയുന്നതല്ല, സത്യം അതാണ്. എനിക്ക് ഇഷയെ ഇഷ്ടമാണ്. ഇഷ എൻ്റെ കമ്പനിയിലെ മുതലാളിയുടെ മകൾ തന്നെയാണ്. അയാൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നീ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളിലാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നോട് പ്രണയമാണ് എന്നുള്ളത് നിന്റെ വെറും തെറ്റായ ധാരണയാണ്. ഇനിയും ആ ധാരണയിൽ ജീവിക്കുന്നത് ഒട്ടും നല്ലതല്ല. നീ കാര്യങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. അല്ലാതെ വെറുതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എനിക്കും അതുപോലെ തന്നെ നിനക്കും യാതൊരു വിധത്തിലുമുള്ള ഉപകാരവുമില്ല. അപ്പോൾ ഈ താലി, നീ എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന ഈ താലിയോ, അത് നിന്റെ സ്നേഹത്തിൻ്റെ പ്രതീകമല്ലേ? ഇത് ചോദിച്ച ഇഷയോട്, ആ താലി എങ്ങനെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയത് എന്ന് നിനക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? നീ മരിച്ചു കളയും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുകയില്ല. എനിക്ക് നിന്നെ താലി കെട്ടാൻ യാതൊരു ഉദ്ദേശവുമില്ല. നീ മരിച്ചു കളയുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം
അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിന്നെ രക്ഷിക്കണമെന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. ദേവരാജൻ സാറാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ആ ഒരു നന്ദി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം ചെയ്തത്. ഇല്ലെങ്കിൽ ഒരിക്കലും നിന്നോട് അങ്ങനെ ചെയ്യാൻ ഞാൻ തയ്യാറാവുകയില്ല. പക്ഷേ നീയാണെങ്കിൽ അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുകയും എൻ്റെ സമാധാനം മുഴുവൻ നശിപ്പിക്കുകയുമാണ് ചെയ്തത്. മാത്രവുമല്ല, ആ വൈദ്യരാകട്ടെ നിന്നെ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു. അയാളെ എനിക്കൊന്ന് കാണാനുണ്ട്. അയാൾക്ക് 2 കൊടുത്ത് വേണം എനിക്ക് ഒന്ന് സംസാരിക്കാൻ എന്നും ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റിക്കൂടി എൻ്റെ സമാധാനം കളയരുത് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ദേവബാലയെയും കൂട്ടി തിരികെ എത്തുന്നു. ഇതേ തുടർന്നാണ് ദേവരാജനോട് എനിക്ക് ആ വൈദ്യരെ ഒന്ന് കാണണം എന്നുള്ള കാര്യം പറയുന്നത്. ഉടനെ തന്നെ ദേവരാജനോട് തൻ്റെ കൂടെ വരാനും ആവശ്യപ്പെടുന്ന അഭിഷേക് ഇതേ തുടർന്ന് വൈദ്യരുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതോടെ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് വൈദ്യർ ചോദിച്ചതിനെ തുടർന്ന് വൈദ്യരുടെ മുഖത്തടിച്ചിരിക്കുകയാണ് അഭിഷേക്. നിങ്ങൾ കാരണമാണ് എൻ്റെയും ദേവബാലയുടെയും ജീവിതം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ചികിത്സിക്കാൻ അറിയില്ല എങ്കിൽ മാറിപ്പോടോ കള്ളക്കിളവ. എൻ്റെ ജീവിതം തകർക്കാൻ വന്നിരിക്കുന്നു. അയാളുടെ ഒരു ഊള ചികിത്സ. മേലാൽ ഇനി ആ ഭാഗത്തേക്ക് വന്നാൽ തൻ്റെ കാല് ഞാൻ തല്ലിയൊടിക്കും എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക്, എനിക്ക് മടുത്തു കഴിഞ്ഞു തങ്ങളുടെ ഒരു ചികിത്സ എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ അടിയേറ്റ് വൈദ്യരാകെ ഞെട്ടി കോരിത്തിരിഞ്ഞു നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇത് കാണുന്ന ദേവരാജനാകട്ടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.